ചേട്ടാ കേക്കാമോ? റേഞ്ച് ഉണ്ടോ അവിടെ? ദാ കണ്ടോ കണ്ടോ ചേട്ടാ, നമ്മുടെ പുതിയ വീട് കണ്ടോ? ഹലോ. ആ കാണുന്നുണ്ട്. ചേട്ടാ, നാളത്തെ 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭ മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ പാല് കാച്ചുന്നത്. ചേട്ടാ, ഞാൻ സ്വാമിയുടെ അടുത്ത് പോയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കോ? അല്ല, അമ്മ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇന്ന് വൈകിട്ടില്ലേ? ടിക്കറ്റ് റെഡിയാണ്. വൈകിട്ട് കയറി രാവിലെ നമ്മൾ കാണും. ഓക്കെ, ഞാൻ എയർപോർട്ടിൽ എത്തിയേക്കാം കേട്ടോ. പിന്നെ ആക്രി കച്ചവടക്കാരൻ ആരുണ്ടായിരുന്നു അവിടെ കിടന്ന് കറങ്ങുന്നു? ഇത് ആക്രി കച്ചവടക്കാരനല്ല. 2 വർഷം കൊണ്ട് നമ്മുടെ വീട് പണി തീർത്ത് തരാത്ത 5 വർഷം കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുരേന്ദ്രൻ മേശ്ശേരി. സുരേന്ദ്രനാണോ? സുരേന്ദ്ര, ഹലോ. എടാ, നീ അങ്ങ് വെളുത്ത് സുന്ദരനായല്ലോടാ. ഞാൻ അപ്പുറം സുരേന്ദ്ര, എന്തോ നീ പഴയ സുരേന്ദ്രനല്ല, വെളുത്ത് സുന്ദരനായി. എങ്ങനെ വെളുക്കാതിരിക്കും ചേട്ടാ? 5 വർഷം കൊണ്ട് നമ്മുടെ വീടിന്റെ സിമന്റ് മൊത്തം തിന്നോണ്ടിരിക്കല്ലേ. എന്താണ്ട് വിശേഷം? എന്നാ ഉണ്ട്? പണിയെല്ലാം തീർന്നോ? അത് എപ്പോ എത്തും? ഞാന് നാളെ രാവിലെ. നാളെ രാവിലെ? അപ്പൊ ഇന്നാന്ന് പറഞ്ഞേ? ഇന്ന് ടിക്കറ്റ് റെഡിയാണ്. ആണോ? അപ്പൊ നാളെ വന്നു കഴിഞ്ഞാ എങ്ങനെ പരിപാടി? എങ്ങനെയാ? നമ്മുടെ പാല് കാച്ച് നടക്കണം. ഞാൻ വരുന്നു, കാച്ചുന്നു പോരുന്നു. അത് ഈ പെട്ടെന്ന് വന്നിട്ട് അത് എന്നാ പരിപാടിയാന്നേ? അന്ന് തന്നെ തിരിച്ചു പോവാണോ? വരുന്നു, കാച്ചുന്നു പോരുന്നു. ഞങ്ങളാരെയും കാച്ചാ മതിയോ? ഞാൻ വരും. ഓക്കെ. പിന്നെ വെക്കല്ലേ? എന്നാ? അതെ, എനിക്കൊരു എമർജൻസി കൊണ്ടുവരണേ. സഞ്ചിയോ? മറ്റേ ഇതിനാണോ? കറന്റ് ഒക്കെ ഇടാനുള്ള സഞ്ചിയാണോ? സഞ്ചി അല്ലെന്ന്, എമർജൻസി ലാമ്പ്. ഈ വെള്ളം വെട്ടോളെ. പിന്നെ ഉണ്ടല്ലോ, അതെ, എന്റെ കൊച്ചിനൊരു പാവ വേണം. പാവയോ? ഈ ചിരിക്കുകയും പാട്ട് പാടും. അമ്മനെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടിയല്ലേ, അതുപോലെ വരണം. മുഖം അടുത്തോട്ട് കൊണ്ടുവരാ, പേടി വരുന്നു. പിന്നെ ഒരു കമ്പിളിപ്പതപ്പ്. കമ്പിളിപ്പതപ്പ്. കേൾക്കുന്നില്ല. കമ്പിളിപ്പതപ്പ്. ചേട്ടാ, കട്ടായി. കമ്പിളിപ്പതപ്പ് പറഞ്ഞ അപ്പൊ കട്ട് ചെയ്യുവാണ്. കൂടുതൽ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാതെ ചേട്ടൻ വരുവാണ് നാളെ. ചേട്ടൻ പോയിട്ട് എത്ര നാളായി? 5 വർഷമായി. പുതിയ വീട് നാളെ ഇങ്ങ് എത്തും. കൂടുതൽ സ്വീകരിച്ചോണ്ട് നിൽക്കാതെ പണി തുടങ്ങും. 2 പണിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. നേരെ സമയം എന്നാന്ന് നോക്കി, ഉമ്മാർ ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. എങ്ങനെ പണി നടക്കും? ഒന്നും ചെയ്തില്ലേ? സിമന്റ് ഒന്നും നടന്നില്ലല്ലോ. സമയം എന്നാന്നറിയാവോ? കിടക്കണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വാച്ചിന്റെ ബാറ്ററി മാറ്റാൻ. എപ്പോഴും ഞങ്ങളോട് വന്നിട്ട് സമയമായി. ഞാനെന്തിനാ വാച്ചിന്? എടാ, അതല്ല പറഞ്ഞത്. എടാ, എത്ര നേരമായെന്ന് അറിയോ നിങ്ങൾ താമസം എന്താ? അത് ഇവനൊരു പെണ്ണ് കാണാൻ പോയി കയറി. എന്റെ മോനെ, ഈ പ്രാവശ്യം പോയി കണ്ടല്ലോ നീ. അതെ, കൊറേ നാളായിട്ട് അമ്മ പറഞ്ഞു പെണ്ണ് കാണാൻ പോയി. ഈ പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയോട് പറഞ്ഞു ഇവനെ ഒന്ന് കെട്ടിച്ചു വിടാൻ പറഞ്ഞോ. പിന്നെ എവിടെ ഞങ്ങൾ പോയത്? ഞങ്ങൾ ഈ ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ട് വശത്ത് പോയിരുന്നു. ഇഷ്ടം പോലെ പിള്ളേരൊക്കെ. പെണ്ണുങ്ങളല്ല, വായിനോട്ടായിരുന്നു. എടാ, ഇപ്പൊ ഫേസ്ബുക്കിലൂടെ ഒക്കെ പെണ്ണുങ്ങളുമായിട്ട് പരിചയപ്പെടാം. ചാറ്റ് ചെയ്ത് വേണമെങ്കിൽ ലൈൻ അടിച്ച് കെട്ടാലോ? അത് കേട്ടാ. അങ്ങനെ വല്ല ചെയ്യാൻ നോക്ക്. അയ്യോ, ഒരു സുന്ദരി പെണ്ണ് ഞാനുമായിട്ട് ഭയങ്കര ചാറ്റ്. സുന്ദരി. ഞാൻ എന്നിട്ട് ഒരു കമന്റ് ഇട്ടു. അത് വലിയ പ്രശ്നമായി. എന്നാ കമന്റ് ഇട്ടേ? നല്ല സുന്ദരിയല്ലേ, ഒന്ന് ഇതാകാൻ വേണ്ടി ഒരു കമന്റ് ഇട്ടു. ഏത് കമന്റ്? ഞാൻ കിടുവേന്നിട്ട സ്പെല്ലിംഗ് തെറ്റിപ്പോയി. എന്താ പറ്റിയ? കിട്ടുവോന്നായി. അയ്യോ, എന്താ പ്രശ്നമായെന്നറിയോ? അതെ, ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പണി കഴിഞ്ഞ് വേറൊരു പണി കിട്ടാതിരിക്കും. അതെ, എവിടെ പണി കിട്ടിയേ? ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലൊക്കെയാണ് ചെക്ക് മാറി പണി. ഒത്തിരി താമസം പിടിക്കാതെ. പോലീസ് സ്റ്റേഷനില്ല. എന്ത് പണി? പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വണ്ടി പിടിച്ചായിരുന്നു. ബുക്കും പേപ്പർ ഇല്ലായിരുന്നല്ലോ. ആശാന്റെ അഡ്രസ്സാ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു പണി കിട്ടിയതാ. അയ്യോ, 12ാമത്തെ കേസ് ഇവനൊക്കെ കാരണം. ഇത് പണി തുടങ്ങണ്ടേ? ഏതാ സാബുവിന്റെ അടുത്ത് പോയായിരുന്നോ പൈസ മേടിക്കാൻ? സാബുവിന്റെ അടുത്ത് പോയി. സാബു അവിടെ ഇല്ലായിരുന്നേ. സാബു അവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ അവൻ എന്നെ വിളിച്ചോളല്ലോ സാബു ഉണ്ടെന്നും പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യം അവിടെ പോയിട്ട് സാബു അവിടെ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് സാബു ഇല്ലെന്നും പറഞ്ഞു. സാബു ഇല്ലെന്നോ? ഒറ്റ എണ്ണം വെച്ചാൽ സാബു ഇല്ലെന്നല്ല, സാബു ഇല്ലാന്നത്. നീയൊക്കെ എവിടുന്നാണോ ഈ വരുന്നത്? മരം വെട്ടുന്ന കാര്യത്തിന് അത് എങ്ങനെയാ റെഡിയാക്കണ്ടേ? അതെ, ഈ വീടിന്റെ മുകളിലേക്കാണ് ഏത് മരായാലും വെട്ടിക്കളഞ്ഞോണം. ആ മരം വെട്ടട്ടെ? അത് വെട്ടേര്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മരം വെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്നങ്ങ് മരം വെട്ടാൻ പറ്റത്തില്ല. മരം വെട്ടുന്നതിന് മുമ്പ് ആദ്യം മരത്തിനോട് അനുവാദം ചോദിക്കണം. അതിലെ കിളികളോട് അനുവാദം ചോദിക്കണം. അതിന് മുമ്പ് ആദ്യം അതിന്റെ ഉടമസ്ഥനോട് അങ്ങനെ ഒരു അനുവാദങ്ങൾ ചോദിച്ചിട്ട് വേണം മരം വെട്ടാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റബ്ബർ വെട്ടണം രാമുവിന്റെ കാര്യം ഊപ്പാട് വന്നു പോലോടാ. 16 മരം വെട്ടാണോ? എല്ലാ ദിവസവും ഓരോ മരത്തിനോട് അനുവാദം ചോദിച്ചിട്ട് വെട്ടേണ്ട കാര്യമുണ്ടോ? അത് നടക്കത്തില്ല. നീ പണിയാ നോക്കണം. വായും വിളിച്ചിരിക്കാതെ പണിയുണ്ട്. അതൊക്കെ എടുത്ത് കട്ട ഇവിടെ കൊണ്ടുവച്ചാൽ ഞാൻ എടുത്ത് വെച്ചോളാം.
ചായ കുടിക്കാം. ഇതാ കുഴപ്പം. പണി തുടങ്ങാൻ നേരത്തെ കുടിച്ചേക്കാം. ചായ കുടിക്കാം, പക്ഷെ കട്ടൻ ചായ. എന്റെ പൊന്നച്ഛ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതല്ലേ, പാലൊഴിച്ച് ചായ കുടിച്ചുകൂടെ അച്ഛാ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തരണേ എന്റെ അച്ഛോ? അച്ഛനാ കൊളസ്ട്രോൾ ഉണ്ടേ. ആ പറ അച്ഛാ. അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അമ്മയ്ക്ക് ഒരു ഗുരുവില്ല. ആ പറ അച്ഛാ. ആശാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓടി അങ്ങ് ചെല്ലരുത്. അല്ല ആശാൻ അടുപ്പിലും ആവാലോ. അടുപ്പിലോട്ടില്ല, അവര് തീക്കൊള്ളി വെച്ച് ഊത്തും. ഇതെടുത്ത് വെക്കടാ, പണി തുടങ്ങടാ. പണി തുടക്കുക. എടാ ഓമനക്കുട്ടാ, എടാ ഓമനക്കുട്ടോ. ഇവൻ എന്തെങ്കിലും ഏതെങ്കിലും ദിവസം രാവിലെ ഉടനെ ഈ സാധനം എടുത്ത് ജോലി എടുക്കും. പിന്നെ വിളിച്ചാലും പറയത്തില്ല, കേട്ടാലും എടാ ഓമനക്കുട്ടാ, ഓമന പട്ടി. എടാ ഓമനക്കുട്ടാ. ഓമനക്കുട്ടാ എന്തോ വരുമോ? ഞാൻ വരാം. അത് ശരി, അതിനവനൊരു ഗുരുവില്ല. അല്ല ആശാനെ, ഈ പണി പിടിച്ചാരാ? ഞാൻ ആണോ? അപ്പൊ ആരാ ഇപ്പൊ പോണ്ടത്? ഈ വീട്ടുകാർ ഇവനെന്താ ഇടപാട്? ഇവിടുത്തെ ഏത് കാര്യം മെയിൻ ആളാരാ? ഞാനാ. ആണ്, നിങ്ങളുടെ കയ്യാളാണ് ഞങ്ങള്. അപ്പൊ ആശാനെയല്ലേ വിളിക്കേണ്ടത്? അത് നേരം അത് ഭയങ്കര മോശമായി. ഒന്ന് ആലോചിക്കണം. അവന് ഞാൻ വിറയാർന്ന കൈകളിൽ എന്റെ കരണ്ടി എടുത്ത് കൊടുത്താൽ അതെ, വിറയാർന്ന കൈകളിലേക്ക് കരണ്ടി എടുത്ത് കൊടുത്തിട്ട് തേക്കാൻ പഠിപ്പിച്ച ആശാനല്ലേ? അവൻ എന്നെ തേച്ചു. അനുഭവിക്കും. കേട്ടെ ഒരു കാര്യം, അവൻ വന്നാ ഇനി നമ്മൾ അവനോട് മിണ്ടരുത്. മിണ്ടൂല. മിണ്ടരുത്. മിണ്ടല്ല. ഞാൻ മിണ്ടില്ല. നീ മിണ്ടുവോ? ഞാൻ മിണ്ടില്ല. മിണ്ടില്ല. മര്യാദയ്ക്ക് നമുക്ക് പണി തുടങ്ങാം. വരട്ടെ. വിഷമമുണ്ട് എനിക്ക്. ഓമന കുട്ട എന്ത് വരുന്ന അവിടെ? നീ മിണ്ടിയെന്ന് പറഞ്ഞിട്ടോ? അറിയാനുള്ള ത്വരമുണ്ട്. എനിക്കും തുറയുണ്ട്. നീ എവിടെ പോയായിരുന്നു? ഞാൻ അവിടെ നീ കാണിച്ച തെറ്റാ. ആശാന നിന്നെ ഇവിടെ പണിക്കൊണ്ടുവന്ന്. അതല്ല, ആശാന പണിക്കൊണ്ടുവന്ന്. ഞാൻ അവിടെ ചെന്ന് പോയോ എന്നോട് പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പറ്റൂലെന്ന് പറഞ്ഞു. എന്തായിക്കോട്ടെ, നിനക്ക് നിന്റെ വിറയാർന്ന കൈകളിലേക്ക് ആദ്യം കരണ്ടി എടുത്താരാ? ഞാൻ ആശാനാണോ? ആ ആശാനില്ലാതെ നീ പോയത്. നിന്നെ വിളിച്ചപ്പോ നീ പറയണമായിരുന്നു ഞാനല്ല പറയണ്ട, ആശാനെ പറയണമായിരുന്നു. ഞാനാണെ പോത്തില്ലായിരുന്നല്ലോടാ. മോശം നീ കാണിച്ചത് ഓമനക്കുട്ട. അതല്ല ഞാനിപ്പോ ആശാൻ അത് വേറൊരു എനിക്കറിയാൻ പാടില്ല. അവരോട് നിർത്താൻ പറ. അവരെപ്പോഴും നേരത്തെ ഒരു ചാക്കിന് സിമെന്റിന്റെ പണിയും കഴിഞ്ഞു. ആശാനെന്താ കാണിക്കുന്നത്? എന്തെങ്കിലും പണിയാൻ നോക്കുന്നത്? ചുമ്മാ കൈ കഴിച്ചോട്ട് അതെ പണി നടക്കട്ടെ. ഓ ആ സാധനം എടുത്തേ. ആരെങ്കിലും ഒന്ന് വരുമോ? ഹലോ, ആരെങ്കിലും ഒന്ന് വരുമോന്ന്? ഞാൻ പോവാം. അല്ല ഞാൻ പോകാം. ഇതായത് കറക്റ്റ്. നീ കാണിച്ചല്ല കറക്റ്റ്. ഇപ്പൊ ഞാൻ മാറിക്കൊടുത്തോണ്ടോ? നീ മാറി കൊടുത്തോ, കുഴപ്പമില്ല. നീ എടാ ആ മനസ്സിലെ സന്തോഷം നീ കണ്ടോ? എടാ മുഖത്തെ തേജസ് കണ്ടോ? ഇതാണ് ഇത്. നമ്മൾ ഒന്ന് അറിഞ്ഞു നിൽക്കണം. അതാണ് ആശാന്റെ സന്തോഷം. നല്ലതാ. അത് കണ്ടാ നീ കണ്ടോ? കാണാം. ഏത് കാണ്? അതെ അതെ, അങ്ങോട്ട് വെച്ചോ. ആ ഗ്യാസുകാർ വരുമ്പോ എടുത്തോളൂ. ഇതന്നെ ബാഹുബലിയോ? ബാഹുബലി മാത്രമല്ല, ദേവസേനയുണ്ട്. അയ്യോ, ഞാൻ പറഞ്ഞതാണോ പോകണ്ടെന്ന്? എന്നോട് അവര് പറഞ്ഞു ഇത് എടുക്കാവെന്ന് ചോദിച്ചു. എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം പറയുമ്പോ തെളിച്ച് പറയണം മുഴുവനാക്കി. അതിനകത്ത് ഗ്യാസ് ഇട്ടോന്ന് പറഞ്ഞാൽ പോരാണോ? ആശാന്റെ ഗ്യാസ് പോയില്ലേ ഇപ്പൊ? ആ എടാ പിള്ളേരെ, ഞാൻ കിടക്കണ മുറിയുടെ പടിഞ്ഞാറ് ജനലൊന്ന് മാറ്റിയിട്ട് കിഴക്കേ വശത്തോട്ടൊന്ന് വെച്ച് തരണം. അതിനകത്ത് പൂവാല ശല്യം ഉണ്ടോ? അല്ലടാ, ആ പടിഞ്ഞാറ് വീട്ടിലെ താമസക്കാർ ഭയങ്കര പാവത്തുങ്ങളാടാ. വഴക്കും ബഹളവും ഒന്നുമില്ല. പക്ഷെ കിഴക്കേ വീട്ടിൽ നല്ലൊരു കള്ളുകൂടിയനുണ്ട്. അതുകൊണ്ട് നല്ല ബഹളവും തെറിയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കേട്ട് പഠിക്കാല്ല. അതെ, മരുമകളുടെ കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാനാ. പുതിയത് വല്ലതും വേണമല്ലോ. നല്ല സ്നേഹത്തിലെന്തായാലും. ഈ മരുമോൾ എങ്ങനെയാ?
അത് പറഞ്ഞപ്പോഴാണ് ആ. ഇവളുണ്ടല്ലോ ഈ മരുമകള്, ആ, മനസ്സിലായി, ഇവളെന്റെ മനസ്സിലായി പറയാൻ പറ്റുന്ന എന്താന്ന് മനസ്സിലായി. മകനെ കണ്ണ് കാണിച്ചെടുത്തതെന്നല്ലേ? അത് തന്നെ. നിനക്ക് എങ്ങനെ മനസ്സിലായോ? എല്ലായിടത്തും ഇതുവരെ നടക്കണ. എല്ലാ വീട്ടിലും ഇത് ഞങ്ങൾക്ക് അയ്യോ, കഥ പറയാനായിട്ട് വിളിച്ചു നിർത്തിയിരിക്കുവാ എന്നെ. പണിയാടാ അങ്ങോട്ട്. അപ്പൊ നമ്മളായി കുഴപ്പക്കാര്. അച്ഛനെ പണി കാക്കാനെ കൊണ്ട്. ഒന്നും എടുത്തു പതുക്കെ. അറിയാലോ ജ്യൂസ് കുടിക്കാം. ദേ, പിന്നെ എന്നാ ജ്യൂസ് കുടിച്ചു കൊടുക്കാൻ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് മതി. കാരണം ജ്യൂസ് കുടി. ജ്യൂസ് കുടിക്കാം, പക്ഷെ പാവയ്ക്ക ജ്യൂസ്. എന്റെ പൊന്നച്ചോ, BP ഒക്കെ ഉള്ളതല്ലേ, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? 10 ദിവസം തുടർച്ചയായിട്ട് അച്ഛൻ കുടിച്ച് നോക്കിയ ജ്യൂസ്. എപ്പോ അസുഖം മാറിയെന്ന് ചോദിച്ചാ മതി അച്ഛാ. എന്നെ കൊണ്ട് എപ്പോഴും പറയിപ്പിക്കല്ലേ അച്ഛാ. അച്ഛനാ BP ഉണ്ടേ. ആ പറഞ്ഞ അച്ഛാ. ആ കിളവന് ഇല്ലാത്ത വല്ല ഉണ്ടായിരിക്കുമോ? ആ പറ. എന്നതാടാ ഇത്? പണിയാന്നേ. എന്തെങ്കിലും അങ്ങ് പറയുമ്പോഴത്തേനും ഗ്രഹണി അപ്പൊ വന്ന ആശാൻ എന്താ പിടിച്ച് ചാടി ഇരുന്നിട്ട്? ആ ഇപ്പൊ ചാടി എഴുന്നേറ്റ് ആദ്യം എഴുന്നേറ്റ് ആശാനാ. അതെ. ആ അത് വേണ്ടാന്നാ പറഞ്ഞേ. ശ്ശേ. ഓ ആ കരണ്ടി തേടാ. അയ്യോ, മറ്റേ വലിയ കറണ്ട് എടുത്തില്ലല്ലോ. കറണ്ട് എടുത്തില്ലേ? അയ്യോ, അതെവിടെയാ? പോലീസ് പിടിച്ചപ്പോ വണ്ടിയിൽ നടന്നില്ലേ? പോലീസ് പിടിച്ചപ്പോ വണ്ടിക്കകത്ത് കറണ്ടിയോ? കരണ്ടി വണ്ടിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് അയ്യോ. ഇനിയിപ്പോ എന്ത് ആശാനെ? ഓയ്. ആഞ്ചി വീട്ടിൽ കറണ്ട് ഇരിപ്പുണ്ട്. ആ. എൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ കറണ്ടി ഉണ്ട്. ആ അപ്പോൾ അവൾ വിളിച്ചു ചോദിച്ചു, നീ അങ്ങ് എന്നാ മതി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പൊ ആ ഞാൻ എടാ ഒരു കാര്യം ചെയ്യ്. നീ എന്നിട്ട് അങ്ങേരോട് കരണ്ടി എടുത്തു തരാൻ പറ. പക്ഷെ അയാളോട് പറഞ്ഞ അയാൾ തരുമോ? പിന്നെ തരായിരിക്കും അങ്ങേരോട് കരണ്ടി ചേരാൻ പറ. അപ്പൊ തരും. അയാൾ തരുവോടാ ബി? തരുമോ ആശാൻ? അയാൾ തരുമോ? അങ്ങേരോ? ഏ അയാളോ? പുള്ളിക്കാരൻ പുള്ളിക്കാരനോ? എടാ എന്റെ മുത്തശ്ശനാണോ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ, എന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എന്നെ കാണപ്പെട്ട ദൈവം അറിയാവോ? എനിക്ക് ചെറുപ്പത്തിലെ കറണ്ട് എടുത്താൽ മനുഷ്യൻ അങ്ങനെ അങ്ങേരെന്ന് കൊള്ളാം നീയൊക്കെ. അല്ല അത് അറിയാണ്ട. വേണ്ട വേണ്ട കേട്ടോ അങ്ങേര്. ഹലോ ഹലോ, സോറി മുത്തച്ഛ. അതുണ്ടല്ലോ, ആ അതെ മുത്തച്ഛൻ കിടക്കണ കട്ടിലിന്റെ അടിയിൽ ചെറിയ കരണ്ടി ഉണ്ട്. ഉവ്വ. ഞാൻ ആ ഓമനക്കുട്ടിനെ അങ്ങ് പറഞ്ഞു വിടാം, ഒന്ന് കൊടുത്തു വിടുവോ? എങ്ങനെ? മൊബൈലിന്റെ കംപ്ലൈന്റ് ആണ് മുത്തച്ഛ. ആ മുത്തച്ഛൻ കിടക്കണ കട്ടിലില്ലേ, ഉവ്വ. ആ കട്ടിലിന്റെ അടിയില് ആ ഒരു കരണ്ടി ഇരിപ്പുണ്ട്. ഞാൻ ആ ഓമനക്കുട്ടിനെ പറഞ്ഞു വിടാം. മനസ്സിലായില്ല. മുത്തച്ഛ, ആ ആ കട്ടിലിന്റെ അടിയിലേ ഉവ്വ. ഒരു കരണ്ടി ഇരിപ്പുണ്ട്. ആ അത് ഞാൻ ഓമനക്കുട്ടിനെ അങ്ങ് പറഞ്ഞു വിടാൻ, കൊടുത്തു വിടാവോ? എങ്ങനെ? എടാ മുതുകളവാ, നിന്നോടല്ലടാ പറഞ്ഞത്, നിന്റെ ചെവിയല്ലടാ. ഇന്നലത്തെ മഴയത്തെ കാറ്റും മഴയത്തെ ചെളി കയറി ഇരിക്കുവാണോ? ആ കരണ്ടി കൊടുത്തു വിടാനല്ലടാ നിന്നോട് പറഞ്ഞത്. ഓമനക്കുട്ടന്റെ കറണ്ട് കൊടുത്തു വിടാം. ആ അല്ല, ഞാൻ ഓട്ടോ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവരണോ? വരണ്ട മുത്തച്ഛൻ വരണ്ട കേട്ടോ. ആ ആ മുത്തച്ഛൻ ഓക്കെ. ഓക്കെ. ആ അല്ല ഇവൻ ഇനിയിപ്പോ അവിടുന്ന് അവിടെ പോയി ആ കരണ്ടി എടുത്തോണ്ട് വരുവാന്നൊക്കെ പറഞ്ഞ് എത്ര നേരത്തെ സമയം പോകുന്ന കേസാ ഇത്? അത് കറണ്ട് ഇല്ലാതെ നടക്കുമോ ഇത്? ഇല്ല, വലിയ കറണ്ട് ഇല്ലാത്തോണ്ടല്ലേ ഇത് ചെയ്യാത്തത്. ഇപ്പോ ഇപ്പൊ കരണ്ടിക്ക് ഇപ്പൊ എടുപിടിന്ന് കരണ്ട് കിട്ടാൻ എന്തോ ചെയ്യും? അതെ, നമ്മളെ പോകുന്നു അവനെ പോകുന്നു. ബംഗാളിയെ റാഗി ചെയ്യണം. റാഗി ചെയ്യണം. റാഗി എന്ന് പറഞ്ഞാ അവന് എന്തിനാ പറഞ്ഞ? നമ്മളൊന്ന് പെരുമാറണം, ദേഷ്യപ്പെടണം, വരട്ടണം. വിടാവോ? ലിഖാവോ? എന്നാണ് ഇതിന് പറയണ എടുക്കണേ? നിനക്കറിയോ? എനിക്കറിയില്ല. അറിയാൻ മേല. എടുക്കുക എന്ന് പറഞ്ഞു നോക്കി. എടുക്ക് ഹേ. ആ ആ ആശാൻ ഇട്ടാ ആശാൻ തന്നെ അങ്ങ്, ഹേയ് देखो
अरे भाई ചേട്ടൻ ഭായി ഞാൻ ഇങ്ങോട്ട് പണിക്ക് വന്നല്ല ചേട്ടൻ ഭായി പിന്നെ ചേട്ടൻ ഭായി എനിക്ക് കുറച്ച് പൈസ തരാനില്ല ചേട്ടൻ ഭായി അത് മേടിക്കാൻ വന്നാ ചേട്ടൻ ഭായി അല്ല അത് തരാം. ഞാനേ വേറെ സ്ഥലത്ത് പണി പിടിച്ചിട്ടുണ്ട് ഭായി അവൻ വേറെ പണി പിടിച്ചോണ്ട് വന്നേക്കുന്നത്. ഭായി എന്റെ കൂടെ നിൽക്കണം ചേട്ടൻ ഭായി ഞാൻ നിൽക്കും. ചേട്ടൻ എനിക്ക് 350 രൂപ അല്ല തരുന്നത് ചേട്ടൻ ഭായിക്ക് ഞാൻ 400 തരും മൈക്കാടായിട്ട് എന്റെ കൂടെ വരണം ആ എങ്ങനെയുണ്ട് പുതിയ പണി ഇത് കഴിയുമ്പോൾ എന്റെ കൂടെ വരണം അവന്റെ ഒപ്പം ചെല്ലാൻ ചേടാ സപ്പോർട്ട് ചെയ്യാൻ മനവനൊക്കെ കയറി അങ്ങ് ഹെഡ് ചെയ്യുവാണല്ലോ. ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവുന്ന എനിക്ക് തോന്നണേ. ചേട്ടൻ ഭായി വരുവോ എന്റെ പൈസ തരുവോ അന്ന് പണിതത് പോലെ ശരിയായില്ല. നീ ഇച്ചിരി പണിഞ്ഞാ പൈസ തരാം. പണിയെടുക്കരുത് ആദ്യം നീ കട്ടാ ഇവിടെ പണിയാണ് ചേട്ടാ 1 മണിക്കൂർ കൊണ്ട് ഞാനിത് തീർത്ത് തരും 1 മണിക്കൂർ കൊണ്ട് ഞാനിത് തീർത്ത് തരും പിന്നെ ആശാൻ 3 ദിവസം നോക്കിയിട്ട് നടക്കാത്ത കാര്യം 1 മണിക്കൂർ കൊണ്ട് പണി നടക്കട്ടെ. കട്ടക്കൊന്നും 1 മണിക്കൂർ കൊണ്ട് ഞാൻ തീർത്ത് തരും ഫ്രൂട്ട് സലാഡ് കഴിക്കാം. ആരും പോകണ്ട, നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാ. ആ ഏരിയയിലേക്ക് പോകണ്ട. ബംഗാളിക്ക് പണിയുണ്ട് ബംഗാളിക്ക് പണി ബംഗാളി ചമ്മട്ടെ, ബംഗാളി ചമ്മട്ടെ. ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ വേണ്ടേ? ഷുഗർ അതെന്താടാ കൊച്ചന്മാരെ വേണ്ടാത്തത്? ഞങ്ങൾക്ക് വേദന. എടാ നിങ്ങൾക്ക് വേണ്ടി ഇവള് പ്രത്യേകം ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡാ. ഇതിപ്പോ കളയാൻ പറ്റുമോ? വേണ്ടെങ്കി വേണ്ട, നീ ഒന്നും തിന്നണ്ട. ചേട്ടാ നല്ല സൂപ്പർ സലാഡ്. ഇത് എന്ന സാധനം ചേട്ടാ നല്ല മധുരം എടുക്കാം. ആശാന പെട്ടെന്ന് പണിയൊക്കെ തീർത്തോളണം. എന്റെ ചേട്ടൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ വാചകം അടിച്ചോണ്ട് നിൽക്കാതെ പ്ലീസ്. മാമേ നല്ല രുചിയായിരുന്നു. നല്ല സലാഡ്. വടിനീളെ തിന്നോണ്ട് വരും എന്നെ ഇവിടെ നാളെ കെട്ടിക്കാൻ. അച്ചാ സലാഡ്. നീ എന്നാ പണിയാ കാണിച്ചത്? ഈ ആചാരം ഞങ്ങളോട് നിൽക്കുമ്പോൾ നിനക്ക് കഴിക്കാൻ കൊള്ളോ? നിന്നെ അടിച്ചാണല്ലോ എന്നാ ആസാൻ ഷുഗർ 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 ആശാനം വളം വെച്ച് കൊടുക്കുന്ന അവന്റെ ഓരോ കാര്യത്തിൽ. ഒരു കാര്യം പണിയാൻ നിനക്ക് പണി ഒരു കാര്യം ചോദിക്കാണ്ട് ഇനി പണിയാൻ വരട്ടെ. ഞങ്ങൾക്ക് പൈസ തരണം. കഴിഞ്ഞ പണിയുടെ പൈസ കിട്ടിയിട്ടില്ല, ഇതിന്റെ പൈസ കിട്ടിയിട്ടില്ല. ഫെർണാണ്ടസ് മുതലാളിയുള്ള കംപ്ലീറ്റ് പണി തരുന്ന അയാൾ UK-ലും പോയി. അയാൾ ചെക്ക് തന്നിട്ടുണ്ടെന്ന് പറയുന്നല്ലാതെ ഇന്ന് വരെ പൈസ തന്നിട്ടില്ലേ? ചെക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ചെക്ക് തന്നതല്ലേ? ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഞങ്ങൾക്ക് കിട്ടണം, പൈസ കിട്ടണം. എടാ എന്നെ വിശ്വാസമില്ലാത്ത അടിക്കട്ടെ ചേട്ടാ ബംഗാളി ഞങ്ങൾക്ക് അടിപ്പിക്കും. ഉള്ള കാര്യം പറയുന്നത് പൈസ എവിടെ? പൈസ ഇല്ല, ചെക്കല്ലേ, അതിന് പേഴ്സണുണ്ടല്ലോ. ഇത് എപ്പോഴും പറയണല്ലോ ചെക്ക് കാണട്ടെന്നാ. ചെക്ക് കാണട്ടെ. ചെക്ക് കണ്ട പ്രശ്നം തീരുവോ? ചെക്ക് കാണിച്ചു കാണിച്ചു തരാം. നമ്മുടെ നാളായിട്ട് ഇത് തന്നെ പരിപാടി. എന്റെ പൈസ ആദ്യം നിന്റെ പൈസ തരാം. 750 കിട്ടാനുണ്ട് വെറുതെ. അത് വിഷയം ഇന്ന് 3 മണിക്ക് തന്നെ പോയിട്ട് അത് മാറണമെന്ന്. ചെക്ക് മാറണം, ബാക്കി മാറണം, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നീ എന്റെ പേഴ്സ് അങ്ങനെ എടുത്തായിരുന്നോ? എന്താ പേഴ്സ് അങ്ങനെ എടുത്തായിരുന്നോ? ആവശ്യമില്ലാത്ത കള്ളത്തരം കൊണ്ട് വരരുത്. പോയി പേഴ്സ് എടുത്തോണ്ട് വരാനാണ് പറഞ്ഞത്. അത് പേഴ്സ് അതിനകത്ത് ഇല്ലെന്ന്. എന്താ പറയുന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ചയില്ലേ നിങ്ങൾ ഈ പേഴ്സുമായിട്ട് ഇവിടെ വന്നത്? പിന്നെ പേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ചെക്ക് ഇരിപ്പുണ്ടെന്ന്. എന്നിട്ട് പേഴ്സ് എവിടെ? പേഴ്സ് എവിടെ? ഓർത്ത് നോക്കിയേ. ഫുൾ ഒന്ന് റിമൈൻഡ് അടിച്ച. കഴിഞ്ഞ വ്യാഴാഴ്ച മൊത്തം റിമൈൻഡ് അടിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച പുള്ളിക്കാരൻ പൈസ തന്നു. ഞാൻ വീട്ടിൽ ചെല്ലുന്നു, പിറ്റേ ദിവസം നേരം വെളുക്കുന്നു, പേഴ്സ് എടുത്ത് പോക്കറ്റിലിടുന്നു, പെണ്ണുമ്പള വരുന്നു, ഒരു ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഒരു സൈക്കിളിൽ കയറി ഒറ്റക്കാലെ ചവിട്ടി ഇങ്ങ് പോരുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഗീത ചേച്ചിയെ കണ്ടു, ഹായ് പറഞ്ഞു. നല്ല സെറിയും കിട്ടി. അവിടെ നിന്ന് ഇങ്ങ് പോന്നു. ഇവിടെ വന്ന് കള്ള് ഷാപ്പിൽ കയറി 2 ഗ്ലാസ് കള്ള് കുടിച്ചു. പണി സ്ഥലത്ത് വന്ന് ഷർട്ട് ഊരി അയ്യോ ഇപ്പൊ മറന്നു പോയതല്ലേ. ഷർട്ട് ഊരി ഇടുന്ന സമയത്തെ ഞാൻ ആ പേഴ്സ് എടുത്ത് അവിടെ ഒരു ഹോളോ ബ്രിക്സ് കിടപ്പണോ, അതിന്റെ ആ ഹോട്ടലിലേക്ക് അങ്ങ് വെച്ചു. ആ മരത്തിന്റെ അടുക്കി വെച്ചേക്കോ. അതല്ലേ പണി ചെയ്ത് ചേട്ടാ നമുക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഓർമ്മയുണ്ട്. അല്ല പിന്നെ ഇപ്പൊ പെട്ടുപോയത്. പൈസ മേടിച്ചില്ല ഇയാള് മുക്കും. എത്ര പ്രാവശ്യം വീട്ടിലൊക്കെ എന്താ അവസ്ഥ അറിയാമോ? പണി പഠിച്ചു ഇനി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കാര്യം. പുള്ളിയുടെ കൂടെ പണിയാണെന്നും പോകേണ്ട ആവശ്യമില്ല. ഓമനക്കുട്ടാ, അതെ അവിടെ ഇരുന്ന കട്ടയുണ്ട്, ഒരു 4 ഹോളോ ബ്രിക്സ് കിടന്നു. അതെന്തി? അയ്യോ അതല്ലേ അടുക്കളയുടെ സൈഡ് എടുത്ത് തേച്ചത്. ഞാൻ തേച്ചെന്നോ? നീ ആ അടുക്കളയുടെ ഇത് ബാക്കി പണിയുള്ളത് നീ അതെടുത്ത് വെറുതെ പറയാം. നീ അല്ലേ മതിലങ്ങോട്ട് വെച്ച് പണിത്? അത് ആശാനാ മതിൽ പണിത്. ഞാൻ മതിൽ പണിത് ഇവിടെ ഇരുന്ന കട്ട വെച്ചല്ല, അത് അവിടെ ഇരുന്ന കട്ട ആരെടുത്തു? നീ പറഞ്ഞു
ഞാൻ അടുക്കള പുറകിലെ കല്ലില്ല അലക്കുകല്ല്. ആശം പിടിക്കാൻ ഇതിപ്പോ പണിത് ഉറപ്പാ. ഇത് എവിടെ വെച്ച് പണിതിട്ടുണ്ട് അപ്പൊ? ഒരു കാര്യം ചെയ്യ്, ആ ചിറ്റി എടുത്തോണ്ട് പോയി ഓരോ കല്ലിൽ കൊട്ടി നോക്ക്. അതെന്തിനാ അവനെ കാര്യം? ഞാൻ എന്റെ പേഴ്സിന്റെ അകത്ത് കുറച്ച് ചില്ലറ കിടപ്പുണ്ട്. കിളി 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 ഒച്ച വെക്കും. ആ കിളി കിളി എന്നുള്ളടത്തുനിന്ന് ആ കട്ടയും ഊരിയെടുക്കുക. എന്നിട്ട് പേഴ്സും ചെക്കും എടുത്തിട്ട് ഇത് ഇത്രയും പണി കഴിഞ്ഞ് വീടിന് ഒന്നേ നിങ്ങൾക്ക് പൊളിക്കണ്ടേ? 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ അത് നോക്കിട്ട് കാര്യമില്ല. അവര് ഗൾഫിൽ നിന്ന് വന്നേക്ക് മുമ്പ് സംഭവം പൊളിക്കാൻ നമുക്ക് പണി അറിയാലോ, അങ്ങ് തേച്ച് കൂട്ടിയാ പോരെ. അത്രേ ഉള്ളൂ. ഒരെണ്ണല്ലേ എടുക്കുന്നുള്ളൂ. ചുറ്റിയാടുക്ക് കിലും കിലും ഒച്ചേക്കുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം നോക്കാം. നിങ്ങൾ ഇവിടെ നോക്ക്. ഞാൻ മതിലിന്റെ അടുത്ത് നോക്കാം. ചേടോ കിട്ടിയോ? ഇവിടെ കിട്ടിയാ? ഇല്ല ഇല്ല, ഇവിടെ കിട്ടിയില്ല. അയ്യോ, അവിടെ ഞങ്ങൾ പൊളിച്ച്, അടുക്കളയും പൊളിച്ച്, ഹാളും പൊളിച്ച്, കക്കൂസും പൊളിച്ച്, മൊത്തത്തിൽ പൊളിച്ച്. അവിടെ എല്ലാം പൊളിച്ചോ? ഒന്നുമില്ല അവിടെ. ഈ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ? ഈ ഫ്രണ്ട് ഒറ്റ ഭിത്തി മാത്രമേ ഉള്ളൂ. ഒരു മരം കുറച്ച് അതും പറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? അയ്യോ, നാശം പിടിക്കാനെ കൊണ്ട് കൊണ്ട് വെച്ച നിങ്ങള്. ഞാനത് എവിടെ കൊണ്ട് വെച്ചാ നിങ്ങക്ക് ഓർമ്മയില്ല. 5 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞിട്ട്. ഒന്ന് പിടിച്ചേ ഒന്ന് ഇറക്കിക്കേ. ഒന്ന് പിടിച്ചേ ഒന്ന് ഇറക്കി വെച്ചേ. ശരി, ഓ പണിയൊക്കെ എങ്ങനെ പോകുന്നു? പണിയൊക്കെ ഇങ്ങനെ തന്നെയാ പോകുന്നത്. എന്നാ അതെ മോഹമൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഏതാണ്ട് പോയി അണ്ണാനെ പോലെ. എല്ലാം പോയി, ഏതാണ്ട് മാത്രമല്ല. ഒരു കാര്യം പറയാൻ വന്നതാ. കഴിഞ്ഞ ദിവസേ വീടിന് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കല്ല് തികയാതെ വന്നപ്പോ ഞാൻ ഇവിടുന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് 4 കല്ല് എടുത്തായിരുന്നു. ഞാൻ കല്ലും കൊണ്ട് ചെന്നപ്പോ അവിടുത്തെ പണിയൊക്കെ വേറെ കല്ലിറങ്ങി അവർ തീർത്തു. കല്ലിന്റെ ആവശ്യമില്ല, ഈ കല്ല് വിടുന്നോട്ടെ, ഇവിടുന്ന് എടുത്തതാ. ചേച്ചിയോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ, ഇവിടുത്തെ പണി നടക്കട്ടെ. ആയിക്കോട്ടെ. അവന്റെ കല്ലുവാണെന്ന് വെച്ചോ. കല്ലും വെറുതെ അവന്റെ ആശാനെ ദേ പേഴ്സ്. അയ്യോ അടിച്ച് പൊളിച്ച്. ഇനി ഒന്നും നോക്കല്ല. അപ്പൊ ഇനി നമുക്ക് പൊളിക്കാം. 5 ലക്ഷം രൂപ കൊണ്ട് പൊളിക്കാം. 5 ലക്ഷം രൂപ കൊണ്ട് പൊളിക്കാം. 70 ലക്ഷം എവിടെ പോയി ഉണ്ടാക്കും? അതെന്തിനാ 70 ലക്ഷം? ഈ പൊളിച്ചിട്ടേക്കുന്നൊക്കെ കെട്ടണ്ടേ? അയ്യോ